ഇതൊക്കെ സ്വർഗം നേടാൻ പറ്റുന്ന അമലുകളാക്കി സമയങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയണം. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, പടച്ച റബ്ബ് തന്നെ പറഞ്ഞില്ലേ, വഅസ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വഅസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. ചില സംഗതികൾ ഉണ്ടാകണം താങ്കൾ ആഗ്രഹിക്കുന്നത്, എന്നാൽ അത് നിങ്ങൾക്ക് നാശമായിരിക്കും. വേറെ ചില സംഗതികൾ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നാ നിങ്ങൾ വിചാരിക്കുന്നത്, എന്നാൽ അത് ഖൈറായിരിക്കുമെന്ന് അള്ളാഹു. ഖൈറും ഷർറും ഒക്കെ പഠിച്ചോനെ അറിയുള്ളത്, ബേജാറാവണ്ട. അള്ളാഹു തആല ഈ പരിശുദ്ധമായ റമദാൻ, എല്ലാ റമദാൻ നമുക്ക് ഇങ്ങനെ ഒഴിവിട്ടല്ലോ, ഇങ്ങനെ ഖുർആൻ ഓതാൻ ചെയ്യാറുണ്ടോ, ഇങ്ങനെ ദിക്റ് ചൊല്ലാൻ കഴിയാറുണ്ടോ, ഇങ്ങനെ വേലയേക്കാൻ സമയം കിട്ടാറുണ്ടോ, ഇങ്ങനെ ദുആ ചെയ്യാനും ദുആയിൽ പങ്കെടുക്കാനും സമയം കിട്ടാറുണ്ടോ? അർഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തെന്ന വലിയ അനുഗ്രഹ ഈ ഒഴിവ് സമയം നന്നായി ഉപയോഗപ്പെടുത്തിക്കോളൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന്റെ പ്രത്യേകമായ സുന്നത്തായി പഠിപ്പിച്ചതാ മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഇക്താറു തിലാവത്തിൽ ഖുർആൻ, ധാരാളം ഖുർആൻ ഓതുക, നന്നായി ഖുർആൻ ഓതുക. ഈ സമയങ്ങളൊക്കെ ഗുണകരമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല നമ്മളെ പറഞ്ഞയച്ച തന്നെ ഇബാദത്ത് ചെയ്യാനാ. അതിൽ ഏറ്റവും പുണ്യ നബി പറഞ്ഞത്, എന്റെ ഉമ്മത്ത് ചെയ്യുന്ന അമലിൽ ഏറ്റവും വലുത് ഖുർആൻ പാരായണം. ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഏതാ? അഫ്ളലുൽ ഔഖാതിൽ ഖിറാഅ, ഖുർആൻ പാരായണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം മിനൻ നഹാരി, പകലിൽ, ബഅദ സുബ്ഹി, സുബ്ഹിയുടെ ശേഷമാണ്. പകലിൽ ഖുർആൻ ഓതാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം സുബ്ഹിയുടെ ശേഷം. നമ്മളൊക്കെ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന സമയം എന്നർത്ഥം പല ആൾക്കാർ. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. വമിനൽ ലൈലി, രാത്രിയിൽ ഖുർആൻ ഓതാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാ? ഫിസ് സഹരി, അത്തായത്തിന്റെ സമയം. പത്തായം കഴിച്ചൊക്കെ ഇരുന്നിട്ടും അതിന്റെ മുമ്പൊക്കെ ഓതാം. പിന്നെ ഏറ്റവും ശ്രേഷ്ഠത ബൈനൽ ഇശാഅൈനി, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടക്കുള്ള സമയം. കേട്ടോളൂ, സുബഹിക്ക് ശേഷം ഖുർആൻ ഓതുന്ന ആളുകൾക്ക് വലിയൊരു സൗഭാഗ്യമുള്ള അമൽ പറഞ്ഞു തരാം. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, മൻ സ്വല്ലൽ ഫജ്റ, നമ്മൾ പറഞ്ഞല്ലോ ഖുർആൻ ഓതാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം സുബഹിന്റെ ശേഷം. മൻ സ്വല്ലൽ ഫജ്റ ഫീ ജമാഅ, ഒരാൾ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു, തുമ്മ ഖഅദ യദ്കുറുല്ലാഹ്, പിന്നെ അയാൾ ആ നിസ്കരിച്ച സ്ഥലത്തു തന്നെ ഇരുന്നു, അങ്ങനെ അള്ളാഹുവിന് ദിക്റ് ചൊല്ലി. ദിക്റിൽ ഏറ്റവും വലിയ ദിക്ർ ഖുർആനാ. അപ്പൊ ഒരാൾ ഖുർആൻ ഓതിയിട്ട് എന്തായി? സുബഹി ജമാഅത്തായി നിസ്കരിച്ചാണ്ട് അവിടെ തന്നെ ഇരുന്നു. ഏതുവരെ? ഹത്താ തത്ലു അശ്ശംസു, സൂര്യൻ ഉദിക്കുന്നവരെ. തുമ്മ സല്ലാ റകഅതൈനി, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം, സൂര്യൻ ഉദിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. ഒന്നുകിൽ അത് ഇഷ്റാഖിന്റെ നിസ്കാരം എന്ന് നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കാം. അപ്പൊ എങ്ങനെ? ഇഷ്റാഖിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഖിബലക്ക് മുന്നിട്ട് അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ ദുഹാ 2 റക്അത്ത്. എന്നാൽ അങ്ങനെ ഒരാൾ ചെയ്താൽ കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ, അയാൾക്ക് അല്ലാഹു തആല ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം നൽകുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അൻഹു പറയാ, പുണ്യ നബി അങ്ങനെ പറഞ്ഞു പോയതല്ല. പുണ്യ നബി 3 തവണ അങ്ങനെ പറഞ്ഞു, താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ, താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, പൂർണ്ണമായ പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി അല്ലാഹു തആല അയാൾക്ക് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പകലിൽ ഖുർആൻ ഓതാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമയം സുബഹിയുടെ ശേഷം. ആ സുബഹിന്റെ ശേഷം ഇങ്ങനെ ചെയ്താൽ ഹജ്ജിന്റെ കൂടി കൂലി അവർക്ക് കിട്ടും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണുന്നത്, ലം തമസ്സ ജിൽദഹു അന്നാറ, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി അയാളുടെ കൈയിന്റെ തൊലി ഇങ്ങനെ പിടിച്ചു പൊന്തിച്ചിട്ട് മറ്റു സ്വഹാബികളോട് പറയാ, പുണ്യ നബി ഇങ്ങനെ പറഞ്ഞു, ലം തമസ്സ ജിൽദഹു അന്നാറ, ഇങ്ങനെ ഒരാൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതി അല്ലെങ്കിൽ ദിക്ർ ചൊല്ലി സൂര്യോദയം വരെ നിൽക്കുകയും പിന്നെ അയാൾ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അയാളുടെ ശരീരത്തെ തീ തൊടുകയേ ഇല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹ്, നരകം തൊടൂല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും
പകലിൽ ശ്രേഷ്ഠമായ സമയം ഖുർആൻ ഓതാൻ സുബഹിന്റെ ശേഷം. രാത്രിയിലോ അത്താഴത്തിന്റെ സമയം നമ്മൾ പറഞ്ഞല്ലോ, ഫിസ്സഹരി. എന്തുകൊണ്ടാണ്? ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. അത്താഴത്തിന്റെ സമയത്ത്, ഫജ്ർ സമയത്തുള്ള ഖുർആൻ പാരായണം കേൾക്കാൻ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നുണ്ട്. അപ്പൊ അത്താഴത്തിന്റെ സമയത്ത് ആരെങ്കിലും ഖുർആൻ നീച്ചു ഓതുന്നെങ്കിൽ ഓല ഉറപ്പിച്ചോളി, ഓല ചുറ്റുപാത്ത് മലക്കുകളുണ്ട്. ആ സമയത്തുള്ള ദുആക്ക് ഉത്തരവുണ്ടാവും. തശ്ഹദുൽ മലായിക, മലക്കുകൾ ആ ഖുർആൻ പാരായണത്തിന് സാക്ഷികളാകാൻ എത്തിച്ചേരുമോ. തഹ്ലുറു. അഞ്ചാമത്തെ സുന്നത്ത് എന്താ? ഇക്താറു ഇഅ്തികാഫിൻ, ഇഅ്തികാഫ് വർദ്ധിപ്പിക്കുക നോമ്പിന്റെ അഞ്ചാമത്തെ സുന്നത്താണ്. ഇപ്പൊ പള്ളിയിൽ കയറുമ്പോഴൊക്കെ നിയ്യത്ത് ചെയ്യുക, ഈ പള്ളിയിൽ അല്ലാഹു തആലക്ക് വേണ്ടി ഇഅ്തികാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്തു, അതാണ് ഇഅ്തികാഫ്. എന്നാൽ റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഇഅ്തികാഫ് പ്രത്യേകം പുണ്യനബി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ പത്തിൽ. അപ്പൊ പലർക്കും സംശയം ഉണ്ടാവും, പള്ളിയൊക്കെ അടഞ്ഞെടുക്കല്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ചില സ്ഥലങ്ങളിലൊക്കെ 1, 2, 3 ആളുകളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കണ്ടല്ലോ, ഓൽക്കൊക്കെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാം. പള്ളി വ്യാപകമായി തുറന്നുപയോഗിക്കാനുള്ള അനുവാദമില്ലല്ലോ. വേറെ ചില ആളുകൾ വീട്ടിനകത്ത് പള്ളികൾ ഉള്ള ആളുകൾ ഉണ്ടാകും. വീട്ടിനകത്ത് പള്ളി എന്ന് പറഞ്ഞാൽ മുസല്ല, കാർപ്പറ്റ്, ഇങ്ങനൊക്കെയുള്ള സാധനങ്ങൾ, അതായത് ഉറപ്പിച്ചതിന് ശേഷം ഇളകണ സാധനമൊന്നും പള്ളിയിൽ വഖഫ് ചെയ്യാൻ പറ്റൂല. ഉറപ്പിച്ച സാധനങ്ങൾ പള്ളിയെ വഖഫ് ചെയ്യാം. പാണിയോ ഒക്കെ ഉപയോഗിച്ചിട്ടും ഈ മുസല്ലേ അല്ലെങ്കിൽ കാർപ്പറ്റോ അതല്ലെങ്കിൽ പിന്നെ ഈ മരക്കഷ്ണങ്ങളൊക്കെ നല്ല ഉറപ്പിച്ചു, ഭൂമിയിൽ ആണിയോ മറ്റൊക്കെ ഉപയോഗിച്ച് ഉറപ്പിച്ചിട്ട് അത് പള്ളിയായി വഖഫ് ചെയ്താൽ പള്ളിയാവുന്ന. അങ്ങനൊക്കെ ചില ആളുകൾ വീട്ടിനകത്ത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചെയ്യണേന് വിരോധമൊന്നുമില്ല, പക്ഷെ പള്ളിയുടെ പൂർണ്ണ ഹുക്കുമായിരിക്കും. അപ്പൊ പള്ളിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം. അതിൽ നിസ്കരിച്ച പള്ളി നിസ്കരിച്ച കൂലി കിട്ടും, എത്തിക്കാഫിരുന്ന എത്തിക്കാഫിന്റെ കൂലിയൊക്കെ കിട്ടും. പിന്നെ അതവിടെ നിന്ന് ഇളക്കി മാറ്റിയാൽ പിന്നെ പള്ളിയുടെ ഹുക്കുമ് നിലനിൽക്കുമോ നിലനിൽക്കില്ലേ? അതിൽ പണ്ഡിതന്മാർ 2 പക്ഷക്കാരാണ്. അത് നമ്മളെ വിഷയത്തിന്റെ ഭാഗമല്ലാത്തതിനെ കിടക്കുന്നില്ല. അപ്പൊ എഴുത്തിക്കാഫ് അവസാനത്തെ പത്തിൽ എഴുത്തിക്കാഫ് പ്രത്യേകം സുന്നത്താണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനവർകൾ പറയാ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വമൻ ഇഅ്തികഫ യൗമാ, ഒരാൾ ഒരു ദിവസം ഇഅ്തികാഫിരുന്നാൽ, 10 ദിവസമല്ല, അവസാനത്തെ 10 ദിവസമല്ല, ഒറ്റ ദിവസം ഒരാൾ ഇഅ്തികാഫിരുന്നാൽ, ഇബ്തിഗാ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ നിന്നുള്ള കൂലിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഒരൊറ്റ ദിവസം ഇഅ്തികാഫിരുന്നാൽ, ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി 3 ഖനാദിഖ, അല്ലാഹു തആല അയാളുടെയും നരകത്തിന്റെയും ഇടയിൽ 3 കിടങ്ങുകൾ അല്ലാഹു നിർമ്മിക്കുന്നതാണ്. ഓരോ കിടങ്ങിന്റെ വിശാലത എത്രയാ? കുല്ലു ഖന്ദഖിൻ, ഓരോ കിടങ്ങും, അബ്അദു മിമ്മാ ബൈനൽ ഖാഫിഖൈൻ, കിഴക്ക് നിന്ന് പടിഞ്ഞാറ് എത്ര ദൂരമുണ്ടോ അത്ര ദൂരെയാണ് ഓരോ കിടങ്ങിന്റെയും ദൂരം. ഒരൊറ്റ ദിവസം ഒരാൾ അല്ലാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിച്ച് ഇഅ്തികാഫിരുന്നാൽ അയാളുടെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു 3 കിടങ്ങുകൾ നിർമ്മിക്കുന്നതാണ്. ഈ പറഞ്ഞ ദൂരത്തിലുള്ള 3 കിടങ്ങുകൾ. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഇഅ്തകഫ 10 ഫീ റമളാന, ഒരാൾ റമളാനിലെ അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫിരുന്നാൽ, കാന കഹജ്ജതൈനി വ ഉംറതൈൻ, 2 ഹജ്ജും 2 ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹു അയാൾക്ക് നൽകുന്നതാണ്. അല്ലേ? 2 ഹജ്ജും 2 ഉംറയും ചെയ്തു വരണമെങ്കിൽ എത്ര ദിവസം മെനക്കെടണം, എത്ര സമ്പത്ത് ഉപയോഗിക്കണം, എത്ര അധ്വാനം ഉണ്ട്. 10 ദിവസം ഇഅ്തികാഫിരുന്ന 2 ഹജ്ജിന്റെ 2 ഉംറന്റെ കൂലിയത്തെ അല്ലാഹു അദ്ദേഹത്തിന് നൽകും. അപ്പൊ ഇഅ്തികാഫും പ്രത്യേകമായി സുന്നത്താണ്. 6ാമത്തെ സുന്നത്ത് വസുന്ന മഅത് തഅകീദി, മുഅക്കദായ സുന്നത്ത. ശ്രദ്ധിക്കണം, നമ്മുടെ സമയം അവസാനിക്കാൻ പോവാൻ. മുഅക്കദായ സുന്നത്താണ് ബി റമളാന, റമളാൻ മാസത്തിൽ, വ അശ്രിൽ അഖീരി ആഖദു, അവസാനത്തെ 10 വളരെ മുഅക്കദായ സുന്നത്താണ്. ഇക്താറുസ് സ്വദഖ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത്.
അപ്പൊ അവസാനത്തെ 10 പ്രത്യേകം സുന്നത്തുണ്ട്. റമദാനിൽ മുഴുവനും സുന്നത്താണ് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അൽഹംദുലില്ലാഹ്, നമ്മുടെ യതീമായ പൊന്നുമക്കളുടെ ഡ്രസ്സിലേക്കും അവരുടെ ഉമ്മമാരുടെ ഡ്രസ്സിലേക്കും ഒക്കെ പല ആളുകളും സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അർഹമുർ-റാഹിമീനായ അല്ലാഹ്, നീ ഇത് ഖബൂൽ ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി പലരും സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റമദാന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന സദഖ അല്ലാഹുവേ, പാഴായി പോകുന്ന സദഖയാക്കല്ല അല്ലാഹ്. റബ്ബന, ആ ചെയ്യുന്നവരൊന്നും ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നവരല്ല, അവർ ഞങ്ങളെ കാണുന്നില്ല അല്ലാഹുവേ. അവർ ഞങ്ങളെയും ഞങ്ങൾ അവരെയും നേരെ നേരെ കാണുന്നില്ല. പടച്ചോനെ, നിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ വിളിച്ചിട്ട് 10, 20, 25 വട്ടം വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല. പിന്നെയും പിന്നെയും വിളിച്ചിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോ പറയുന്ന വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. വായിക്കാൻ ഇരിക്കുന്നത് കൊണ്ടാ എപ്പോഴും ഫോൺ എടുക്കാൻ കഴിയാത്തത്. പിന്നെ ഒരു പറയാ ഒന്നുമില്ല, സ്വതക്ക പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് ദുആ ഉദ്ദേശിച്ചുകൊണ്ട് പടച്ചോനെ അല്ലാഹുവേ, അവർക്കൊക്കെ റമദാനിൽ ചെയ്ത സ്വതക്കയുടെ മഹത്വം നീ നൽകണേ അല്ലാഹ്. ഇക്താറു സ്വതക്ക, സ്വതക്ക വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ്. വതൗസിഅത്തുൻ അലൽ ഇയാലി, അതേപോലെ മക്കൾക്ക് കുടുംബത്തിനൊക്കെ അവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വഇഹ്സാനുൻ അലൽ അഖാരിബി, അടുത്ത കുടുംബക്കാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നന്മയൊക്കെ ചെയ്തു കൊടുക്കുക. വൽ ജീറാനി, അയൽവാസികൾക്ക് നന്മ ചെയ്യുക. ഇതൊക്കെ റമദാനിൽ പ്രത്യേകം സുന്നത്താണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരാൾ ഭൂമിയിലെ വിഷമം അനുഭവിക്കുന്ന ഒരു മുഅ്മിനിന്റെ വിഷമം ഒരാൾ തീർത്തു കൊടുത്താൽ അല്ലാഹു തആല അയാളുടെ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാളുടെ വിഷമം അല്ലാഹു തീർത്തു കൊടുക്കുന്നതാണ്. വമൻ യസ്സറ അലാ മുഅസ്സിരിൻ ഫിദ്ദുനിയ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ പ്രയാസമുള്ള ഒരാളുടെ പ്രയാസം അല്ലാഹു അയാൾ നീക്കിക്കൊടുത്താൽ അയാളുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും പ്രയാസം അല്ലാഹു നീക്കിക്കൊടുക്കും. പടച്ചോനെ, അല്ലാഹുവേ, വാപ്പമാരില്ലാത്ത ഞങ്ങളുടെ സംരക്ഷണത്തിലുള്ള പൊന്നു യതീമായ മക്കളെ ഈ പെരുന്നാളിൽ പുതുവസ്ത്രം അറിയിപ്പിക്കാൻ ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, റബ്ബന, മക്കളുടെ ഉമ്മമാർക്ക് ഡ്രസ്സിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഞങ്ങളുടെ സ്ഥാപനത്തെ അല്ലാഹുവേ പ്രതിസന്ധിയിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, എല്ലാവരുടെ ഐഹികവും ദുന്യവിയുമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ഒരു മുസ്ലിമിന്റെ ന്യൂനത ഒരാൾ ഭൂമിയിൽ മറച്ചു വച്ചാൽ ആഖിറത്തിൽ അയാളുടെ ദുനിയാവിലും ആഖിറത്തിലും അയാളുടെ ന്യൂനത അല്ലാഹു മറച്ചു വെക്കുന്നതാ. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖി, ഒരാൾക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കും അയാൾ തന്റെ മുസ്ലിമായ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം. ഇതൊക്കെ വലിയ പുണ്യ. അതുകൊണ്ട് എല്ലാ ആളുകളും ദാനധർമ്മം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുക. ഒറ്റ ഹദീസ് ശ്രദ്ധിച്ചോളൂ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി, എല്ലാ ദിവസവും രാവിലെ ഇല്ലാ വ മലക്കാനി യൻസിലാൻ, ആകാശത്ത് നിന്ന് 2 മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഇത് നടക്കുന്നുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഖൂലു അഹദുഹുമാ, ഒരു മലക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ആതി മുൻഫികൻ ഖലഫ, പടച്ചോനെ, ദാനം ചെയ്യുന്നവനെ പകരം കൊടുക്കണേ അല്ലാഹ്. വയഖൂലുൽ ആഖറു, മറ്റേ ആൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ആതി മുംസികൻ തലഫ, ദാനധർമ്മം ചെയ്യാതെ പിടിച്ചു വെക്കുന്നവന്റെ നീ നാശം കൊടുക്കുകയും ചെയ്യണേ അല്ലാഹ് എന്ന് മറ്റേ മലക്കും ദുആ ചെയ്യുന്നുണ്ട്. അപ്പോ കൊടുക്കാതെ വെക്കുന്നതൊക്കെ നശിച്ചു. ഇനി നോമ്പ് തുറപ്പിക്കുക, അതേപോലെ മറ്റൊരു സുന്നത്താണ് നോമ്പ് തുറപ്പിക്കുക എന്നത്. സമയം അതിക്രമിച്ചതുകൊണ്ട് ഒറ്റവാക്കിലത് ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറപ്പിക്കുന്നതിന് വലിയ പുണ്യ നബി തങ്ങൾ പറഞ്ഞു, മൻ ഫത്തറ ഫീഹി സ്വായിമ, ഒരാളൊരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ കാന മഗ്ഫിറതൻ ലിദുനൂബി, അയാളുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. മാത്രമല്ല വഇതഖ റഖബതിഹി മിനന്നാർ, അയാൾ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. ഉണ്ടോ, അവസാനത്തെ 10 ഉണ്ടല്ലോ, നരകമോചനത്തിന്റെ തന്നെ 10. ഇപ്പൊ ഒരാൾ നോമ്പ് തുറപ്പിച്ചാല് അല്ലാഹു തആല അയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു എഴുതും.
പിന്നെയോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈഉൻ. ഈ നോമ്പ് നോറ്റ ആളെ നമ്മൾ തുറപ്പിക്കുമ്പോ ഈ നോമ്പ് തുറപ്പിക്കണ ആൾക്ക് കിട്ടണ അതേ, നോമ്പ് നോറ്റിട്ട് നമ്മൾ തുറക്കാൻ വിളിക്കണ ആൾക്ക് കിട്ടണ അതേ കൂലി തുറപ്പിക്കണ ആൾക്കും കിട്ടുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഖാലു, സഹാബികൾ ചോദിച്ചു, ലൈസ കുല്ലുനാ മാ യജിദ് ലൈസ കുല്ലുനാ മാ ലൈസ കുല്ലുനാ ലാ യജിദു മാ യുഫത്തിറു സ്വായിം. ഹബീബായ നബിയെ, എല്ലാവർക്കും നോമ്പ് നോറ്റ ആളുകളെ തുറപ്പിക്കാനുള്ള സാമ്പത്തികമില്ലല്ലേ നബിയെ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബികൾ ഇത് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു ഉണ്ടോ. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, നബി നോമ്പ് തുറപ്പിച്ചാൽ കിട്ടുന്ന കൂലി കേട്ടപ്പോ സ്വഹാബികൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് അതിന്റെ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാമ്പത്തികമില്ലല്ലോ. ഉടനെ നബി എപ്പോൾ പറഞ്ഞത്, യുതില്ലാഹു ഹാദ സവാബ്, നോമ്പ് തുറപ്പിച്ചവർക്ക് കൊടുക്കുന്ന ഈ കൂലി അല്ലാഹു കൊടുക്കും. മൻ ഫത്തറ സ്വായിമൻ അലാ തംറത്തിൻ, ഒരു ഈത്തപ്പഴോ കാരക്കെ കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാലും, ഔ ശർബത്തി മാഇൻ, ഒരരക്ക് വെള്ളം കൊടുത്താലും, ഔ മദഖത്തി ലബനിൻ, അല്ലെങ്കിൽ പാല് കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാലൊക്കെ ഈ കൂലി കിട്ടും. അപ്പൊ ഇപ്പൊ വേനല, വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന കാല, അയൽപക്കത്തോ പരിസരത്തോ ഒക്കെ വെള്ളമില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വെള്ളം കൊടുത്താൽ ആ വെള്ളം കൊണ്ടായിരിക്കും നോമ്പ് തുറക്കുക. അപ്പൊ ആ കൂലി കൂടി നമുക്ക്